ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് ടൈലറിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കാം, മിഷൻസ് കാര്യങ്ങൾ. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിൽ എനിക്കൊരു റൂമുണ്ട്. അപ്പോൾ എനിക്കിത് സ്റ്റിച്ചിങ് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ടൈലറിംഗ് ക്ലാസ്സുകളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ക്രമീകരിച്ചിട്ടുള്ള റൂമാണിത്. അപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ കൂടുതൽ സമയവും ഞാൻ ചിലവഴിക്കുന്ന ഒരു റൂമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിൽ കംപ്ലീറ്റ് എൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് മിഷ്യൻസ്, കട്ടിംഗ് ടേബിള്, അതുപോലെ ഡെമ്മീസ്, എൻ്റെ ഓൺലൈൻ ക്ലാസ്സിനും ടൈലറിങ്ങിനും എല്ലാം കൂടെ വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാനായിട്ടും എല്ലാ സെറ്റപ്പും, വീഡിയോ ക്ലാസ്സസ് എടുക്കാനായിട്ടും എല്ലാ സെറ്റപ്പും അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു റൂമാണിത്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഇത് രണ്ടാമത്തെ മിഷനാണ്. ആദ്യം ഒരു അമ്മയുടെ ഒരു മിഷൻ, അതിലാണ് ഞാൻ ചവിട്ടി പഠിച്ചതും എല്ലാം സാധാ സിംഗിൾ മിഷനായിരുന്നു. രണ്ടാമത് എനിക്ക് ആ ഒരു സ്കില്ലും കാര്യങ്ങളും ഉണ്ട്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് തയ്ക്കാൻ തുടങ്ങിയത്. 5ാം ക്ലാസ് എന്ന് വെച്ചാൽ അന്ന് ഭയങ്കര തയ്യലൊന്നും അല്ല, അപ്പോഴത്തേക്ക് തയ്ച്ച് അതിനകത്തൊരു സ്കില്ലുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായപ്പോൾ എനിക്കൊരു പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിന് വിടുകയും അതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ്. എന്നാലും കൂടെ സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ രണ്ടാമത് അച്ഛൻ വാങ്ങി തന്ന മിഷനാണിത് കേട്ടോ. അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷനാണ്. ഇതിപ്പോൾ ഒരു 10-15 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ മിഷന്. അന്നത്തെ കാലത്ത് വാങ്ങിയ മിഷനല്ലേ. അപ്പോൾ അന്ന് 10,000 രൂപ താഴെയുള്ള, ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ മിഷന്. വലിയ റേറ്റ് ഇല്ല, എന്നാലും കുറച്ചുകൂടെയൊക്കെ റേറ്റ് കൂടി. ഉള്ളി സവോളയ്ക്ക് എല്ലാം വില കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അപ്പോൾ രണ്ടാമത് എനിക്കൊരു അംബ്രല മിഷനായിരുന്നു. അതിപ്പോൾ ഞാൻ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുത്തു. ഇതിപ്പം ഉഷയുടെ പവർ മിഷന് പിന്നീട് ഞാൻ വാങ്ങിയതാണ്. അതായത് ബിസിനസ് ഡെവലപ്പായി വന്ന സമയത്ത് നമുക്ക് മറ്റ് മിഷനേലൊക്കെ ഒരു 5 എണ്ണം തയ്ക്കാൻ പറ്റും. നേരത്തെ ഇതേൽ ആ സമയത്ത് 10 എണ്ണം തയ്ക്കാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇത് സ്പീഡിൽ മാത്രം തയ്ക്കാൻ പറ്റുന്ന മിഷനല്ല. നമുക്ക് സ്പീഡ് കുറച്ച് വേണമെങ്കിലും ചെയ്യാം. സാധാ മിഷൻ്റെ സ്പീഡിലും ചെയ്യാം, ഏറ്റവും കൂടിയ സ്പീഡിട്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ തുടക്കത്തിലെ പവർ മിഷൻ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പവർ മിഷൻ എടുത്തു. ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിന് 18-19 രൂപ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 25 രൂപയൊക്കെ റേറ്റ് ഉണ്ട് പവർ മിഷന്. പിന്നെ നിങ്ങൾ പല കടയിലും തിരക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. ഇങ്ങനെയുള്ള മിഷൻസും കാര്യങ്ങളും വയ്ക്കും പല ഷോപ്പിലും തിരക്കി എസ്റ്റിമേഷനൊക്കെ എടുത്ത് വാങ്ങിക്കണം. ഇത് കണ്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. 15 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സ്പീഡ് കുറവാണ്. സാധാ മിഷൻ്റെ സ്പീഡാണ്. 30-37 വരെ വെച്ചാൽ നല്ല ഹൈ സ്പീഡിൽ തയ്ക്കാം. നമുക്ക് പ്രൊഡക്ഷൻ കൂടും. 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സംഭവം ഇതിൽ 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു വ്യത്യാസമുണ്ട് ഈ സാധാ മിഷനും പവർ മിഷനും. അത് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഓരോ മിഷനും ഡെവലപ്പ് ആകുന്ന അനുസരിച്ച് ഞാൻ ഈ ഉഷ അലൂറെ തയ്ക്കുന്ന കണ്ടപ്പം ഒരുപാട് തയ്ച്ച് തീരാനുള്ളത് കണ്ടുകൊണ്ട് ഹസ്ബൻഡ് എനിക്ക് രണ്ടാമത് ഒരു അംബ്രല മിഷൻ വാങ്ങി തന്നു. അത് കഴിഞ്ഞ് അവിടെയും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നാണ് ഈ മിഷനും എനിക്ക്. പിന്നീട് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 5-6 പവർ മിഷൻ വാങ്ങിക്കാനായിട്ട് ഈശ്വരൻ എനിക്ക് അനുഗ്രഹം തന്നു. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിടക്കുവാണ് പവർ മിഷൻസ് എല്ലാം. തിരുവല്ലയിൽ സ്റ്റിച്ചിങ് യൂണിറ്റ് അങ്ങോട്ട് മാറ്റി കുമ്പനാട്ടെ. അപ്പം അതെല്ലാം ഇപ്പം അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഈശ്വരൻ അനുഗ്രഹം തന്നു ബാക്കി മിഷൻസൊക്കെ എനിക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പം പവർ മിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. അതാണ് വ്യത്യാസം സാധാ മിഷനും പവർ മിഷനും തമ്മിലല്ല. തയ്യലിൻ്റെ കാര്യത്തിലൊന്നും പെർഫെക്ഷൻ കൂടുതലുണ്ട്. കാരണം നമുക്ക് ഈ സിബ് വെക്കുന്ന ഇൻവിസിബിൾ പൈപ്പിങ്, അങ്ങനെയൊക്കെ പൈപ്പിങ്, ഇൻവിസിബിൾ സിബും ഒക്കെ വെക്കാൻ കുറച്ചും കൂടെ നല്ലത് പവർ മിഷനും അംബ്രല മിഷനും ഒക്കെയാണ്. കുറച്ചുകൂടെ കട്ടി കൂടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആയിട്ടൊന്ന് കയറിപ്പോവും. സാധാ മിഷനേക്കാളിലും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കയറിപ്പോവും. സാധാ മിഷനിൽ അത്രയും നമുക്കൊരു ഫിനിഷിങ് കുറവുണ്ട്. ഒരുപക്ഷെ പണ്ട് കാലത്ത് അതേ തയ്ക്കുമ്പോൾ അത് ഫിനിഷിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ഇതാണ് ഓക്കെ എന്ന് തോന്നുന്ന പോലെ ആയിരിക്കാം ഒരുപക്ഷെ. എല്ലാം ഓക്കെ തന്നെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമേ ഇത് വാങ്ങണമെന്നില്ല. ആദ്യമേ വാങ്ങിച്ചാലും നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ബിഗിനേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ മിഷൻ്റെ പ്രവർത്തനം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കുറഞ്ഞതിലും ചെയ്യാം, കൂടിയ സ്പീഡിലും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് കട്ടിംഗ് ടേബിൾ ഇതാണ്. ഇത് കട്ടിംഗ് ടേബിൾ ഞാൻ സ്ക്വയർ പൈപ്പയിൽ ചെയ്തെടുത്താണ്. എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തെടുത്ത്. ഇതിൻ്റെ അടിയിലൊരു ചെറിയ ടേബിൾ ഇരിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ചുമ്മാ ഒന്ന് അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ പൈപ്പ് എന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പയിൽ ഫ്രെയിം ഉണ്ടാക്കി അതിൽ പ്ലൈവുഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണിത്. ഇത് വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരോട് പറയും നമുക്ക് ഇതുപോലെ ഫ്രെയിം അടിച്ചു തരും. നമ്മുടെ വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിലൊക്കെ പറഞ്ഞാൽ അവരിത് വീട്ടിൽ വന്ന് ചെയ്തു തരും. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ എനിക്ക് പണിഞ്ഞ് തന്നായത്. കാര്യം ചേട്ടൻ ഇതിൻ്റെ പരിപാടിയൊക്കെയാണ്, റൂഫിങ് കാര്യങ്ങൾ. അപ്പോൾ വീട് റൂഫ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഈ സംഭവം. തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും കുമ്മനാട്ടിലും ഒക്കെ ഇതുപോലെ ഞാൻ പണിയിച്ചതായിരുന്നു. അതുമൊക്കെ ചേട്ടൻ തന്നെ ചെയ്തതായിരുന്നു. പക്ഷേ കുമ്മനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഈ ചേട്ടൻ എനിക്ക് ചെയ്തു തന്നു. കാരണം ഇതുപോലെ പ്ലൈവുഡ് മേളിൽ അടിച്ചിരിക്കുകയാണ്. ഈ പ്ലൈവുഡിൻ്റെ വീതി നീളം
എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ കോട്ട് ബെഡിൽ നമ്മുടെ കട്ടിലില്ലേ അതേലടിക്കുന്ന പ്ലൈവുഡ് തന്നെ 1/2 ഇഞ്ച് തിക്നെസ് ഉള്ളതാണ്. എനിക്കൊന്ന് അതേ ആ സെയിം തന്നെയാണ് സംഭവം. ഞാൻ അങ്ങനെ പറഞ്ഞാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത്. അപ്പോൾ നമുക്ക് എത്രയും വീതി നീളം വേണം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. സിംഗിൾ കോട്ട് ബെഡിൻ്റെ വേണേൽ വെക്കാം. എനിക്ക് ഇച്ചിരി അമ്പർലയൊക്കെ ഒന്ന് ഗൗണൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വീതി വേണം. അതിന് ഞാൻ ഡബിൾ കോട്ടിൻ്റെ ബെഡിൻ്റെ പ്ലൈവുഡ് മേളിൽ തറച്ചിരിക്കുന്നതാണ്. കുറച്ച് വലിയ പാറ്റേൺസ് ഒക്കെ ചെയ്യണം നമുക്ക് വേണം. കണ്ടോ, അതെ ഇതാണ് അതിൻ്റെ ആ ഒരു പ്ലൈവുഡ്. ഇതാണ് അതിൻ്റെ കമ്പനിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെ കുത്തൽ വീണ് പോവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ പറഞ്ഞു ഗ്യാരണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ അതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 35 ഇഞ്ച് ഹൈറ്റാണ് പൊക്കം. കാര്യം എനിക്ക് പണ്ട് തൊട്ടേ നടുവേദനയും കാലിന് വേദനയും മുട്ടുവേദനയൊക്കെ പണ്ട് തൊട്ടേ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തിരി കുനിഞ്ഞ് കിടന്ന് വെട്ടാതിരിക്കാനായിട്ട് എൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ 35 ഇഞ്ച് പൊക്കത്തിലാണ് ഇത് സംഭവം സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വേണം നിങ്ങളത് ചെയ്യാൻ. കാര്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഒന്ന് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു അയൺ ബോക്സ് വേണം. നമ്മൾ അയൺ ചെയ്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാലും അതൊക്കെ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് തുടക്കം തൊട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവർ ചെയ്യുന്ന വർക്കൊക്കെ അത്ര നീറ്റാണ്. കാര്യം അയൺ ചെയ്യണം. ഒരു തുണി ചുളുങ്ങി കിടന്നതൊക്കെ അയൺ ചെയ്ത് ചെയ്യാൻ നമുക്കൊരു അയൺ ബോക്സ് ആവശ്യമാണ്. സാധാ അയൺ ബോക്സ് ആയിരുന്നു ആദ്യം. രണ്ടാമത് ഞാൻ പിന്നെ ഈ ഒരു സ്റ്റീം അയൺ വാങ്ങിയതാണ്. കാര്യം നമുക്ക് വെള്ളം തളിച്ചൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു പ്രസ് ചെയ്യുന്നതുകൊണ്ട് വെള്ളവും വരും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു അയൺ ബോക്സ് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നോരോന്ന് വാങ്ങിയാൽ മതി. ആദ്യം നമുക്കൊരു കട്ടിംഗ് ടേബിളും തയ്യൽ മെഷീനും ഉണ്ടെങ്കിൽ നമ്മുടെ തയ്യൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേറൊന്നും അത്രയും ആ ഒരു കാര്യം മതി. പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് പെർഫെക്ഷനിൽ ചെയ്യണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടൊരു പെർഫെക്ഷൻ കൊണ്ടുവരണം. ലോക്കിങ്ങും കാര്യങ്ങളും ഗാർമെൻറ്റ് കംപ്ലീറ്റ് ഫിനിഷിങ്ങിൽ ചെയ്യണം. അപ്പോൾ ആ ഒരു ഫിനിഷിങ് ചെയ്യണമെങ്കിൽ ലോക്കിംഗ് മെഷീൻ നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള ഒരു ലോക്കിംഗ് മെഷീനാണിത്. ഇത് റേറ്റ് കുറഞ്ഞൊരു ലോക്കിംഗ് മെഷീനാണ്. റേറ്റ് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പവർ മെഷീൻസിൻ്റെ ലോക്കിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ചവിട്ടി തയ്ക്കുന്ന ഒരു മെഷീനാണ്. ഇതിപ്പോൾ മോട്ടർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസിയാണ്. അപ്പം അന്ന് ഞാൻ എടുത്ത സമയത്ത് 5000 രൂപ താഴെ അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കുറച്ചും കൂടെ അതിന് റേറ്റ് ഒന്ന് ആയിട്ടുണ്ട്. എന്നാലും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ല. എൻ്റെ ലോക്കിംഗ് മെഷീൻ റാന്യൂൻ്റെ ആണ് കേട്ടോ. പല കമ്പനീസിൻ്റെ ലോക്കിംഗ് മെഷീൻസ് ഉണ്ട്. പിന്നെ ഈ മാനിക്യൂൻസ് ഒക്കെ ഓൺലൈൻ സെയിലിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരു പക്ഷേ വരും. കാരണം ഡ്രസ്സൊക്കെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഈ മാനിക്യൂൻസ് വേണം. ഇത് ഞാൻ എറണാകുളം ബ്രോഡ്വേയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ. ഒരു അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ നടന്നു കഴിഞ്ഞ് ഇതെല്ലാം കാണും. അന്ന് വാങ്ങിയ 2800 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ബൾക്കായിട്ട് കുറേ ഡെമ്മീസ് എടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ റേറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുകയൊക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാൽ 2-3 കടയിലൊക്കെ ഒന്ന് ചോദിച്ചു. ഒത്തിരി കടകളുള്ളതുകൊണ്ട് അവിടെ 2-3 കടകളിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. എനിക്കിപ്പം 8 സൈസിൻ്റെയും 10 സൈസിൻ്റെയും കൂടുതലായിട്ടുള്ളത്. പിന്നെ കൊച്ചു കുട്ടികളുടെ സൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ വെച്ചുണ്ട്. കാര്യം ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും ഡ്രൈപ്പിങ്ങും ഇതെല്ലാം കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെമ്മീസ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഫോട്ടോഷൂട്ടിലൂടെയൊക്കെയാണ് കൂടുതൽ ഡ്രസ്സുകളൊക്കെ ഇപ്പം ഞാൻ പ്രസൻറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഓൺലൈൻ സെല്ലിന് എത്തിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ടൂൾസും കാര്യങ്ങളുമാണ്. കത്രിക കൈക്ക് എനിക്ക് ഒത്തിരി വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചൈന കത്രിക എന്ന് പറയും, അതാണ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ സ്കെയിലുകളെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ 3 ഐറ്റംസാണ് ഞാൻ. ഈ നോർമൽ സ്കെയിലും ഈ കത്രികയും ഇത്രയും കാര്യങ്ങളും. ബാക്കിയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് കുട്ടികൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. പുതിയ ടൂൾസും നമുക്ക് ഫങ്ഷൻസ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം മറ്റും ഞാൻ യൂസ് ചെയ്യത്തൊന്നുമില്ല. സാധാ ഒരു സ്കെയിലും മാത്രമൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഈ എൽ സ്കെയിലും ബാക്കി ഇത് എൽ സ്കെയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഉള്ള ഉപകരണങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ എല്ലാമേ ആദ്യമേ വാങ്ങണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓരോ ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങി ഇവിടെ വരെ എത്തിയതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. തുടക്കത്തിലേ നിങ്ങളിതെല്ലാം വാങ്ങി വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് 1 by 1 ആയിട്ട് നിങ്ങൾ ഓരോന്നും വാങ്ങി ബിസിനസ്സിനെ മെച്ചപ്പെടുത്തി പോവുക. കാര്യം ആദ്യമേ നിങ്ങൾ ഒരുപാട് ബാധ്യതകളൊന്നും തലയിൽ വെക്കരുത്. ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യല്ലേ ബിസിനസ്സിലേക്ക്. നിങ്ങൾ ബിസിനസ് വളരുന്നതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് പോവുക. ഇപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഫ്ലോറിൽ പോലും ടൈലൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ഷീറ്റായത് എനിക്കെന്ന് വെച്ചാൽ കാലുവേദനയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ ഒരു ഷീറ്റ് നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ടൈലൊക്കെ ആണെങ്കിൽ ചെരുപ്പിട്ട് നടന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊന്ന് ചെരുപ്പൂരി ഒന്ന് നിൽക്കേണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു മാറ്റ് വിരിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഇതിൻ്റെ എന്തോ ഇതനുസരിച്ച് സ്ക്വയർ ഫീറ്റ് കണക്ക് എന്തോ ആണല്ലോ. അപ്പോൾ അതിന് 18 രൂപ എങ്ങാണ്ട് ഇതിനുണ്ടായിരുന്നുള്ളൂ. ഞാനെല്ലാം അത്യാവശ്യം റേറ്റ് കുറവ് നോക്കി. എന്നാൽ
മോശമല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കഴിവുകളൊക്കെ എനിക്ക് കിട്ടിയ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നാണ്. പുള്ളി ഒരു സാധനം വാങ്ങിക്കണം ഒരു 10 കട ചോദിച്ചിട്ട് വാങ്ങിക്കത്തുള്ളൂ. ആദ്യമൊക്കെ ഞാനൊരു സാധനം വാങ്ങിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സാധനം വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ എണ്ണി കൊടുക്കുന്ന പുളിങ്കുരു ഒന്നും അല്ലല്ലോ, അപ്പോൾ കൊടുക്കുന്നതിന് മൂല്യം കിട്ടണം എന്നുള്ള രീതിയിൽ ആൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ ആളിൻ്റെ അടുത്തുനിന്ന് ചേട്ടൻ്റെ അടുത്തുനിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ മിഷൻ ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നിങ്ങൾ പലയിടത്ത് തിരക്കിയിട്ട് 2-3 ഷോപ്പിൽ തിരക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കണ്ടോ, ഇത് എനിക്ക് എൻ്റെ പ്രൊഫഷൻ അതാണ്. കാര്യം ഓൺലൈൻ ടൈലറിങ് കോഴ്സുകൾ കൊടുക്കുക, അതുപോലെ യൂട്യൂബിൽ ഇടയ്ക്ക് സമയം പോലെ വീഡിയോസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല വെട്ടം ആവശ്യമാണ്. വെട്ടം ആവശ്യമായതുകൊണ്ട് ഞാൻ ഇത്രയും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ഹാൻഡ് മെഷീനാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ബ്രദർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ആൾ ട്രെയിനിൽ എവിടെ പോയപ്പോൾ വാങ്ങിയപ്പം കണ്ടപ്പോൾ വാങ്ങിച്ച് ജസ്റ്റ് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിലാണ്, എൻ്റെ ഇൻട്രസ്റ്റഡ് മേഖലയാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ സ്റ്റാപ്ലർ പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത്, ഇപ്പോൾ ഇത് പോയി ഒത്തിരി വർഷമായതിന്, ഒത്തിരി വർഷം പഴക്കമുണ്ട് ഇതിനിപ്പം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഉടനെ തയ്യൽ ഇങ്ങനെ വീണ് പോകും. ഇപ്പോൾ എനിക്കൊന്ന് ഓൺലൈനിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഈ സംഭവം. പിന്നെ ഈ ഒരു കബോർഡ് ഉണ്ട് എൻ്റെ റൂമിൽ. കാര്യം എൻ്റെ ഫയൽസും സ്റ്റുഡൻസിന് എടുക്കേണ്ട സ്റ്റിച്ചിങ്ങിന് എടുക്കേണ്ട ക്ലോത്ത്സും മെറ്റീരിയലും സൂക്ഷിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു റാക്ക് ഉണ്ട്. ഇതെനിക്ക് ഇരുന്ന് തയ്ക്കുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു റാക്കാണ്. പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ കയ്യിൽ വീഡിയോ എടുത്ത് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും നമ്മൾ കുറഞ്ഞ ചിലവിൽ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ബിസിനസ് വളരുന്നതനുസരിച്ച് പുതിയ ഡെവലപ്പ് ആയിട്ട് പോവുക. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച ഏത് പ്രോഡക്ട്സും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നീടാണ് ഞാൻ ഈ ഇത്ര ലെവലോട്ടൊക്കെ എത്തി. ആദ്യം സാധാ ചെറിയ നിലത്തൊക്കെ ഇട്ട് കട്ട് ചെയ്ത്, പിന്നെ നടുവേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ചെയ്യുമ്പോൾ നിലത്തൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഒന്ന് ചെയ്യാനായി ഈ കട്ടിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ചെയ്യിച്ചെടുത്ത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമുക്ക് പണിയിച്ചെടുത്താൽ അത്രയും നമുക്ക് ചിലവ് കുറവാണ്. 4 പൈപ്പ് നാട്ടി അതിൽ മേളിലോട്ട് സെറ്റ് ചെയ്താൽ മതി ഈ സംഭവം. അപ്പം അതുപോലെ തന്നെ മിഷ്യൻസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു 2-3 കടകൾ അത്യാവശ്യം തിരക്കിയിട്ട് വാങ്ങിക്കാം. ഇത് ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് റേറ്റ് പറഞ്ഞോ നമ്മൾ അവിടെ തിരക്കിയിട്ട് എങ്ങനെ വേറെ അടുത്ത് വാങ്ങിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും അങ്ങനെയല്ല, നമ്മൾ പുളിങ്കുരു ഒന്നും അല്ലല്ലോ എണ്ണി കൊടുക്കുന്നത് എന്നെ അടുത്ത് പറയും. അപ്പോൾ നമ്മളത് 2-3 ഇടത്ത് തിരക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. സംഭവം നമ്മൾ വാങ്ങിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഭയങ്കര പെട്ടെന്ന് വാങ്ങിക്കണം, 2-3 ഇടത്ത് തിരക്കുമ്പോൾ താമസിക്കുമല്ലോ. ഇത് ഈ ആഗ്രഹം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു 2-3 ഇടത്ത് തിരക്കിയിട്ട് നമുക്ക് എവിടെ നിന്നാണ് ബെറ്റർ ആയിട്ടുള്ള അങ്ങനെ വാങ്ങിക്കാമെന്ന് പറയും. അപ്പോൾ എനിക്ക് മിഷൻസ് ഒക്കെ സ്ഥിരമായിട്ട് ഒരു ചേട്ടൻ അതിരുന്നു. അപ്പോൾ ഞാൻ വേറെ അടുത്തൊന്നും തിരക്കാറില്ല. കാര്യം തുടക്കം തൊട്ടേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ആളാണ് മിഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് സർവീസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളായിട്ട് ഫാമിലിയായിട്ട് അത്രയും കൂടെ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ മിഷൻസ് എല്ലാം ഞാൻ കൂടുതൽ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പുള്ളിയുടെ ഇല്ല, പുള്ളി മറ്റൊരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലതെങ്കിൽ വേറെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ചോദിച്ചാൽ ഞാൻ പുള്ളി നമ്മുടെ വീടിനടുത്താണ്, മഞ്ഞാടിയിലാണ് ഉള്ളത്. പിന്നെ വേറെ ചേട്ടനുണ്ട്, തിരുവല്ലയിലുള്ളൊരു ആളും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് കൂടുതൽ മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ ആരെ എന്ത് സജസ്റ്റ് ചെയ്യാലോ നിങ്ങൾ 2-3 ഇടത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ വാങ്ങിക്കുക. ഇപ്പം മാനിക്യൂൻസ് ആണെങ്കിലും ഓൺലൈൻ ബിസിനസ് ചെയ്യണം. നമുക്ക് മാനിക്യൂൻസ് തുടക്കത്തിൽ ആവശ്യമാണ്, ഡ്രസ്സ് പ്രസന്റ് ചെയ്യണം. അതും ഇപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയ സമയത്ത് 2500 അന്ന് റേറ്റ് ഉള്ളത്. ഇപ്പം ഞാൻ അടുത്തിടയിലോ ഒരെണ്ണം ഈ ഒരു വൈറ്റ് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നല്ല, കുറച്ച് അടുത്തിടയിൽ വാങ്ങിയത്. അന്ന് എന്തോ 4000 താഴെ എന്തോ റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ വർഷം കഴിയുമ്പോൾ സാധനങ്ങൾക്കെല്ലാം നമ്മുടെ ഉള്ളി, സവോളയും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുന്നത് പോലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അപ്പം ഇപ്പോൾ ഉള്ള വിലകളെ പറ്റി എനിക്ക് അപ്ഡേഷൻസ് ഇല്ല. തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ എറണാകുളം ബ്രോഡ്വേയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡമ്മീസ് എന്നല്ല ടൈലറിങ്ങിന്റെ എല്ലാ പ്രൊഡക്ട്സും, നൂല്, സൂചി, സകല സാധനങ്ങളും ഉള്ള കടകളുണ്ട്. കുറച്ച് വിലക്കുറവാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ എറണാകുളത്തൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പോകുന്ന വണ്ടിക്കൂലിക്ക് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഇടത്തു നിന്നൊക്കെ ഒരുപാട് ത്രെഡ് കാര്യങ്ങളൊന്നും എടുത്ത് വെക്കല. കാര്യം ഇത് തണുത്ത് കഴിയുമ്പോൾ നൂല് പിന്നെ തയ്ക്കുമ്പോൾ പൊട്ടുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ, നൂല്, ചോക്ക് അങ്ങനെയുള്ളതൊന്നും എടുത്ത് വെക്കില്ല. ആവശ്യത്തിനുള്ള മാത്രം. ഇപ്പം മൾട്ടി കളേഴ്സിൻ്റെ ഒരു ബോക്സ് ആയിട്ടൊക്കെ നമുക്ക് ത്രെഡ് കിട്ടും. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ കളേഴ്സ് പോകുന്ന കോമൺ കളേഴ്സ് നിങ്ങൾക്ക് കസ്റ്റമറിനനുസരിച്ച് വരുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ തുണികൾ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ കളറുകൾ നിങ്ങൾ കൂടുതലൊന്ന് കരുതി വെക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് പൈസ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മെഷീനും ഒരു കട്ടിംഗ് ടേബിളും
മാത്രം മതി. ബാക്കി ഞാൻ കാണിച്ചെന്ന ആ മിഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ല, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് മാത്രം അതിലേക്കൊക്കെ പോയാൽ മതി. കട്ടിംഗ് ടേബിളും വേണം, മിഷനും വേണം, പിന്നെ ഈ കാണിച്ച എല്ലാ നിങ്ങൾക്ക് അത്രയൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കും. ഇപ്പം ഈ അയൺ ബോക്സ് ആണ് ആദ്യത്തെ എൻ്റെ സാധാരണ അയൺ ബോക്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഗൗണും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം എനിക്ക് സ്റ്റീം ചെയ്യേണ്ട വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഈ സ്റ്റീം അയൺ ബോക്സും കൂടെ ഒക്കെ ഞാൻ വാങ്ങിയതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിയത്. അപ്പം നിങ്ങൾക്ക് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ്റും. ടെറസിൻ്റെ മുകളിൽ തന്നെ ഒരുക്കണം എന്നൊന്നുമില്ല. വീട്ടിലെ ഏതെങ്കിലും ഒരു റൂമില്ലെങ്കിൽ റൂമായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ വീടിൻ്റെ ഒരു പാർട്ട്, ഒരു കോർണർ മതി നമുക്ക്. ഈ ഒരു മിഷൻ, ഈ ഒരു കട്ടിംഗ് ടേബിൾ മാത്രം ഇട്ടാൽ മതി. ഞാൻ പറയാം, ആദ്യം സ്പേസ് കുറവുള്ളവരാണെങ്കിൽ കട്ടിലേലിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ല ചുമ്മാതെ പറഞ്ഞല്ല, അങ്ങനെ ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെവലപ്പായി വരുന്നതനുസരിച്ചാണ് ഈ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ എത്തിയത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുപോലെ നമ്മുടെ ഓൺലൈൻ ടൈലറിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പഠിക്കണം, നിങ്ങൾക്ക് കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് ഇല്ലാതെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നേരിട്ട് വന്ന്, നിങ്ങൾക്ക് തിരുവല്ല സെൻറ്ററിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. തിരുവല്ല സെൻറ്റർ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാവുന്നതാണ്. ഓൺലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈലറിംഗ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തു തന്ന് പഠിപ്പിച്ചിറക്കും. അതിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾ ഇതൊരു തൊഴിലാണ് നിങ്ങൾ പഠിക്കാൻ വരുന്നത് എൻ്റെ അടുത്തല്ലേ. അപ്പോൾ ഒരു തൊഴിൽ പഠിക്കാൻ വരുന്നത് നിങ്ങളുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ 100% നിങ്ങളെ അതിനകത്ത് പഠിപ്പിച്ച് തന്നെ നമ്മൾ ഇറക്കുകയുള്ളൂ. കാര്യം നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രയോജനം കിട്ടണം. ആ ഒരു പ്രയോജനം കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ടൈലറിംഗ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അത് ഓൺലൈൻ ടൈലറിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റും. ജോലിയൊക്കെ ഉള്ളവരാണ്, സൈഡായിട്ട് ടൈലറിംഗ് കൂടെ ബിസിനസ്സൂടെ തുടങ്ങണം, എക്സ്ട്രാ ഒരു വരുമാനം വേണം. പിന്നെ എക്സ്ട്രാ വരുമാനം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നവരല്ല ഇത് മെയിൻ വരുമാനമാക്കി മാറ്റും. കാര്യം നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്നൊരു മേഖലയാണ്. വെറുതെ പറഞ്ഞതല്ല, അനുഭവം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ടൈലറിങ്ങിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനിലൂടെ. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും വളരെ പ്രയോജനകരമായ രീതിയിൽ അവർക്ക് ബിസിനസ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇത്രയും ഇതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് വരും. സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഞാനിപ്പോൾ ഒരു ചെറിയ ബ്രേക്കും കാര്യങ്ങളും എടുത്തു പോവുകയാണ്. കുറേ ടൈം ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് ഫാമിലിയുടെ കൂടെയും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊരു തിരക്കുകളൊന്ന് ഒതുക്കി ലൈഫിന് ഇപ്പോൾ ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സമയം പോലെ വീഡിയോസൊക്കെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.